എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളുടെ പങ്കാളി ഒരു സംശയ രോഗിയാണോ? എങ്കിൽ ഇത്തരം ലക്ഷണങ്ങളെ കൊണ്ട് നിങ്ങൾക്കത് തിരിച്ചറിയാൻ സാധിക്കും. ഇതേക്കുറിച്ചാണ് ഈ വീഡിയോ എന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ പ്രണയബന്ധത്തിൽ നിങ്ങളെ പങ്കാളി കാരണമില്ലാതെ സംശയിക്കുന്നതിനെയാണ് സംശയരോഗമെന്ന് പറയുന്നത്. ബന്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ചെറിയ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയേക്കാം, എന്നാൽ ഇത് ക്രമേണ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ഇത് പിന്നീട് നിങ്ങളുടെ ബന്ധത്തെ തന്നെ ബാധിക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളോടുള്ള പങ്കാളിയുടെ ഇഷ്ടത്തെ അഥവാ നിങ്ങൾക്ക് പങ്കാളിയോടുള്ള ഇഷ്ടത്തെ ചോദ്യം ചെയ്യുന്നതായിരിക്കും ആദ്യത്തെ ലക്ഷണം. അഥവാ എത്ര ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും അത് പൂർണ്ണ വിശ്വാസമില്ലായ്മ. വീണ്ടും വീണ്ടും അതേക്കുറിച്ച് ചോദിക്കുക. ഇവയാണ് ചെറിയ ചെറിയ സംശയങ്ങളിലൂടെ കടക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയോടുള്ള സ്നേഹം പോലും ചിലപ്പോൾ സത്യമല്ലെന്ന് ഇത്തരക്കാർ വിളിച്ചു പറയാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നേരെയുള്ള ആരോപണങ്ങൾ, അതെ, നിങ്ങളെ മറ്റാരുമായോ പ്രതി ചേർക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടെന്നോ ചെറിയ ചെറിയ കാര്യങ്ങൾ വലുതാക്കി പറയുകയോ ഒക്കെ ചെയ്യുന്നതോ ഈ സംശയരോഗത്തിൻ്റെ കാരണങ്ങളാണ്. അഥവാ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുകയോ നിങ്ങൾ ഫോണിൽ ബിസി ആകുമ്പോൾ അത് മറ്റാർക്കെങ്കിലും ആയിരിക്കും എന്ന് ചിന്തിക്കുകയോ നിങ്ങളുമായി ചോദ്യം ചെയ്യുകയും ചെയ്യുക. കൂടാതെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ സോഷ്യൽ മീഡിയ ആപ്പുകളിലും അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങളിലും നിങ്ങളെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റ് നോക്കുക. ഇവയെല്ലാം സംശയരോഗത്തിൻ്റെ കാരണങ്ങളാണ്. എന്നാൽ ചിലർക്ക് പങ്കാളിയോട് അമിതമായിട്ടുള്ള അസൂയയായിരിക്കും. ഈ അസൂയ തന്നെയാണ് പിന്നീട് സംശയരോഗത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാകുന്നത്. അതെ, പങ്കാളി മറ്റാരോടെങ്കിലും വളരെ ഹാപ്പിയായി സംസാരിക്കുന്നത് കാണുമ്പോൾ ദേഷ്യം പിടിക്കുകയും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നതിൽ അസൂയപ്പെടുകയും ചെയ്യുന്നതെല്ലാം ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ സംശയരോഗമാണ്. അതുപോലെ നിങ്ങൾക്ക് രഹസ്യങ്ങളുണ്ടോ എന്ന് അറിയാൻ ശ്രമിക്കുക. രഹസ്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഇവയെല്ലാം നിരന്തര സംശയരോഗത്തിൻ്റെ കാരണങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.